അപ്പു അറിഞ്ഞുകൊണ്ടല്ല മോളെ ഇങ്ങനെ പെരുമാറുന്നത്. അപ്പു ഇപ്പൊ കഴിക്കുന്ന മെഡിസിന്റെ പ്രശ്നമാ. ഷോർട്ട് ടെമ്പറും മൂഡ് സ്വിംഗും ഒക്കെ ഉണ്ടാവുമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. എനിക്കറിയാം ആന്റി, അതുകൊണ്ടല്ലേ ഞാനിതൊന്നും കാര്യമാക്കാത്തത്. അവര് തമ്മിൽ ഇത്രയും വലിയൊരു ഇഷ്യൂ ഉണ്ടായിട്ട് തനിക്കത് എന്നോട് സൂചിപ്പിക്കാമായിരുന്നു. വിളിക്കുമ്പോഴൊക്കെ പറയണമെന്ന് വിചാരിച്ചതാ. പക്ഷെ വിചാരിച്ച പോലെ മുരളിയേട്ടന് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളും പ്രശ്നത്തിലാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊന്നും പറയാതിരുന്നത്. VP പറഞ്ഞു കേട്ടെടുത്തോളം സംഗതി അത്ര നിസ്സാരമായിരിക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഒന്നാലോചിച്ച മാളും അങ്ങനെ റെസ്പോണ്ട് ചെയ്ത കാര്യമായി. അന്ന് ആ കുട്ടി ജോബിനോടൊപ്പം കണ്ടപ്പോഴേ എനിക്ക് തോന്നിയിരുന്നു പരിധിയിൽ കവിഞ്ഞ സ്വാതന്ത്ര്യമെടുക്കുന്ന ടൈപ്പാണ് ആളെന്ന്. വെറും ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് അങ്ങനെ ഒരു എമൗണ്ട് കടമായിട്ട് ചോദിക്കേണ്ട ആവശ്യം എന്താ അതിന്? അങ്ങനെ ചോദിച്ചാൽ തന്നെ മാളുവിനോട് ചോദിക്കാതെ ജോബിന് അത് കൊടുത്തത് തെറ്റ് തന്നെയാ. അതും മാളുവിന്റെയും കൂടെ പേരിലുള്ള കാശല്ലേ അത്? അതായിരുന്നു മാളുവിന്റെ ആർഗ്യുമെന്റ്. മാളു അങ്ങനെ പ്രതികരിച്ചത് ജോബിന് വലിയ ഇൻസൾട്ട് ആയിപ്പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതിലും വലിയ ഇൻസൾട്ട് അല്ലേ ജോബിന് ഇന്ന് അവൾക്ക് നേരിട്ടത്? ഏതായാലും വലിയ പരിക്കില്ലാതെ ആ പ്രശ്നം അങ്ങ് അവസാനിച്ചല്ലോ. ഇനിയിപ്പോ മുരളിയേട്ടൻ ഇതൊന്നും അറിഞ്ഞ മട്ട് ഭാവിക്കണ്ട. അല്ല, അതിന്റെ പേര് ജോബിനും ടീച്ചറുമായിട്ട് പിണങ്ങിയോ? അത് പിന്നെ ഡേസി ടീച്ചറുടെ സ്വഭാവം മുരളിയേട്ടൻ അറിയാലോ. ജോബിന്റെ ഭാഗത്താ തെറ്റെന്ന് ബോധ്യമായപ്പോ അമ്മയും മോനും രണ്ട് ചേരിയിലായി. ടീച്ചർ കൂടി മാളുവിന്റെ കൂടെ നിന്നപ്പോ ജോബിന് വാശി കൂടി. രണ്ടുപേരും 2-3 ദിവസം മിണ്ടാതിരുന്നു എന്നൊക്കെയാ ഞാൻ അറിഞ്ഞത്. അല്ല, ബിപേട്ടൻ ഇത് പറയാനാണോ കാണണം എന്ന് പറഞ്ഞത്? അല്ല, അപ്പുവിന്റെ കാര്യം പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഇതും സംസാരത്തിൽ വന്നേ ഉള്ളൂ. അപ്പുവിന് ഹോർമോൺ ട്രീറ്റ്മെന്റ് തുടങ്ങിയല്ലേ? രണ്ടുപേരെയും അമ്പലത്തിൽ വെച്ച് കണ്ടു എന്ന് അമ്മ പറഞ്ഞു. അങ്ങോട്ടൊന്ന് പോണെന്ന് വെച്ചിട്ട് അത് നടന്നില്ല. പാവം VP ആ ധർമ്മസങ്കടത്തിലാ അശ്വതി. അപ്പു ഇവിടെ വിട്ട് ബാംഗ്ലൂർക്ക് പോകാനുള്ള തീരുമാനത്തിലാണ്. VPക്കും ഗീതയ്ക്കും അപ്പു തനിച്ചാകുന്നതിൽ ഒട്ടും താല്പര്യമില്ല താനും. പക്ഷെ പോകണമെന്ന വാശിയിൽ ഉറപ്പിച്ച അപ്പു. മാള് വിളിച്ചപ്പോ എന്നോട് ഇതൊക്കെ സൂചിപ്പിച്ചിരുന്നു. അപ്പു പോകുന്നതില് അവക്ക് നല്ല വിഷമമുണ്ട്. അപ്പുവിനെ കണ്ട് പോകരുതെന്ന് പറയണമെന്ന് റെക്കമെൻഡ് ചെയ്യാനാ VP വന്ന് കണ്ടത്. പക്ഷെ അങ്ങനെ ഒരു തീരുമാനം മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ അപ്പു പോവുക തന്നെ ചെയ്യും. എന്നാലും VP പറഞ്ഞതല്ലേ, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. താനും അപ്പുവിനെ ഒന്ന് വിളിച്ച് സംസാരിച്ച് ചിലപ്പോ നമ്മളെല്ലാരും കൂടി പറയുമ്പോ അപ്പു ഒന്ന് മാറി ചിന്തിച്ചേക്കും. മാള് പറഞ്ഞിട്ട് മാറാത്ത ആള് നമ്മള് പറഞ്ഞാ പിന്നെ മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കും വലിയ പ്രതീക്ഷയൊന്നുമില്ല. എന്നാലും VP പറഞ്ഞ സ്ഥിതിക്ക് നമുക്കൊന്ന് സംസാരിച്ചു നോക്കാം. നമ്മളായിട്ട് ശ്രമിച്ചില്ലെന്ന് വേണ്ടല്ലോ. ഡേയ്സമ്മയും പള്ളിക്കാരും പോയോ ജോക്കൂട്ടാ? പോയി. ഇന്ന് രാത്രി തന്നെ അങ്ങ് എത്തുമായിരിക്കും അല്ലേടാ? ജോക്കൂട്ടാ, നീ ഇങ്ങ് വന്നേ, ഇവിടെ ഒന്നിരിക്കേ. എന്താ അമ്മച്ചി, എന്താ കാര്യം? കാര്യമൊക്കെ പറയാം, നീ ഇരുന്നേ. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഇപ്പോഴാവുമ്പോ അതിന് പറ്റിയ സമയമാ. നീയും നിന്റെ പെണ്ണുമായി അത്ര സ്വരച്ചേർച്ചയിലല്ല ഇപ്പോഴും ഇവിടെ കഴിഞ്ഞുകൂടുന്നതെന്ന് എനിക്കറിയാം. എനിക്കറിയാവുന്ന പോലെ തന്നെ ആ കാര്യം നിന്റെ അമ്മച്ചി ഡേയ്സമ്മയ്ക്കും അറിയാം. അതുകൊണ്ടാ ആ പാവം ഈ പള്ളിയായ പള്ളി തോറും ഓടി നടക്കുന്നേ. അല്ല, അറിയാതെ ആണേലും ചെയ്തു പോയ തെറ്റിന് കർത്താവിനോട് പ്രായശ്ചിത്തം പറയണമെന്ന് ഡേയ്സമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടാവും. അതാ ഞാൻ പറഞ്ഞത്. ഒരാവേശത്തിലെടുത്ത് കിണറ്റി ചാടിയാ 10 ആവേശം എടുത്താലും തിരിച്ചു കയറി പോരാൻ പറ്റിയാലെന്ന്. മനസ്സിലായോ? അമ്മച്ചി എന്തൊക്കെയാ പറയുന്നേ? മമ്മി എന്ത് തെറ്റിയെന്നാ? എടാ കുഞ്ഞേ, പള്ളിയും പട്ടക്കാരും പറയുന്നത് കേൾക്കാതെ സ്വന്തം ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്തു കൂട്ടും. പണ്ടേ നിന്റെ അമ്മച്ചിയും അപ്പച്ചനും അങ്ങനെയുള്ള ശീലക്കാരായിരുന്നു. എന്നാ 2 പേർക്കും ദൈവഭയം ഉണ്ടായിരുന്നു താനും. അലക്സൂട്ടി പോയതിനു ശേഷം ഡേയ്സമ്മ നിന്നെയും കൊണ്ട് കുറേ കഷ്ടപ്പെട്ടു.
മോനെ പഠിപ്പിച്ച് വലിയ ഡോക്ടറാക്കി. കാര്യമൊക്കെ ശരിയാ. പക്ഷേ നിനക്ക് പറ്റിയൊരു ബന്ധം തിരഞ്ഞെടുക്കേണ്ടി വന്നപ്പോ അവിടെ അവൾക്ക് പാളിപ്പോയി. അതിൽ അവളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം. പ്രേമിച്ച പെണ്ണിനെ തന്നെ കെട്ടൂന്ന് വാശി പിടിച്ച് നീ ഇങ്ങനെ ഒറ്റക്കാലിൽ നിൽക്കുമ്പോ പിന്നെ അവൾ എന്നാ ചെയ്യാനാ, അല്ലയോ? അമ്മച്ചി എന്തിനാ ഇപ്പൊ ഇതൊക്കെ പറയുന്നേ? കാര്യമുണ്ടടാ കുഞ്ഞെ. നീയും അവളും കൂടെ ഇപ്പൊ ഇവിടെ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളൊക്കെ ഞാനും ഡേസമ്മയും കാണുന്നുണ്ട്. ഇപ്പോഴും നിങ്ങൾ തമ്മിൽ അത്ര രസത്തിലല്ല കാര്യങ്ങൾ കൊണ്ടുപോകുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്തു. അതിന്റെ മനോവിഷമത്തിലാ ഡേസമ്മ മാതാവിന്റെ മുന്നിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കാൻ പോയിരിക്കുന്നതെന്ന് എനിക്കറിയാം. എടാ മോനെ, ഈ പ്രേമിച്ച് നടക്കുമ്പോ ചുറ്റിനുള്ളതെല്ലാം സുന്ദരമായിട്ട് തോന്നും. അതേപോലെ പരസ്പരം പറയുന്നതും സത്യമാണെന്ന് നമ്മൾ വിശ്വസിച്ചു പോവും. അതുകൊണ്ടാ പ്രേമത്തിന് കണ്ണും മൂക്കും ഇല്ലാന്ന് പണ്ടേ വിവരമുള്ളവർ പറഞ്ഞിട്ടുള്ളത്. സത്യം എന്താണെന്ന് കാണുകയില്ല, ഉള്ളിൽ എന്താണെന്ന് മണത്തറിയാനും പറ്റിയല്ല. മനുഷ്യനെ പുകമറയ്ക്കുള്ളിലിട്ട് മയക്കുന്ന കറപ്പാ അത്. അമ്മച്ചി ഇനിയും കാര്യം എന്താന്ന് പറഞ്ഞില്ല. ഞാൻ അതിലേക്ക് തന്നെയാ വരുന്നത്. അണ്ടിയോട് അടുക്കുമ്പോഴേ മാങ്ങയുടെ പുളി ശരിക്കും അറിയുമെന്ന് പറയുന്ന പോലെയാ ഈ പ്രേമിച്ച് കെട്ടുന്നവരുടെ കാര്യം. എല്ലാം കഴിഞ്ഞ് ജീവിതത്തിലോട്ട് കടക്കുമ്പോഴേ നമുക്ക് കിട്ടിയത് പൊന്നാണോ അതോ പൊന്നെന്ന് തോന്നിക്കുന്ന കാക്കപ്പൊന്നാണോ എന്ന് അറിയാൻ പറ്റും. ഒരിക്കൽ കഴിച്ചു തുടങ്ങിയാ പിന്നെ ജീവിതകാലം മുഴുവനും അത് കഴിച്ചുകൊണ്ടേയിരിക്കും. നിനക്കും അവക്കും ജീവിതം കഴിച്ചു തുടങ്ങിയെന്ന് അമ്മച്ചിക്ക് മനസ്സിലായി ജോക്കുട്ട. എന്നതാ ഞാൻ പറഞ്ഞത് സത്യമല്ലയോ ജോക്കുട്ട? നിങ്ങൾ ഇപ്പോഴും മനസ്സുകൊണ്ട് അകന്നല്ലേ കഴിയുന്നത്? ഡേ, പ്രായത്തിന്റെ അറിവ് കൊണ്ട് അമ്മച്ചി ഉള്ള കാര്യം അങ്ങ് പറയുക. കഴിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തിരുത്താൻ പറ്റുകയാണെങ്കിൽ അങ്ങ് തിരുത്തണം. ഇപ്പോ നിങ്ങൾക്ക് അതിന് പറ്റിയ സമയമാ. ഇനി ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോയാ ഒടുക്കം കതിരേല് വളവയ്ക്കാൻ നോക്കിയാലേ അത് ഒതകുകയല്ല. അതിലും ഭേദം കളയാണ് വിളയേക്കാൾ കൂടുതലെങ്കിൽ പിന്നെ വേരോടെ കളയുന്നതാ നല്ലത്. ഇതൊക്കെ നിന്നോടെ എനിക്ക് പറഞ്ഞു തരാൻ പറ്റൂ. അവിടെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ആളെ അടുത്ത് കിട്ടണ്ടേ? അവൾക്ക് അതിലൊന്നും താല്പര്യമില്ല. അതല്ലേ നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയതിന്റെ പിന്നാലെ അവൾ ഉടുത്തൊരുങ്ങി ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. ഇല്ലെന്നേ. അതുകൊണ്ടാണല്ലോ ഇത്രയും വിശദമായിട്ട് നിന്നോട് കാര്യങ്ങൾ സംസാരിച്ചത്. അവളെവിടെ പോയതാ? കർത്താവ് തമ്പുരാൻ അറിയാം എവിടാ എന്നാത്തിനാ പോയതെന്നൊക്കെ. എങ്ങോട്ട് പോകുവാന്നൊരു 100 തവണ ഞാൻ അവളോട് ചോദിച്ചു. പുറത്തു പോണെന്നും പറഞ്ഞ ഒരൊറ്റ പോക്കാ. ഞാനിവിടെ ചെല്ലാന്ന് പറഞ്ഞപ്പോ പെണ്ണെന്റെ കഴുത്ത് എടുത്തില്ലെന്നേ ഉള്ളൂ. നീ അവളെ ഒന്ന് വിളിച്ച് ചോദിച്ചേടാ, എവിടെയാ എന്തൊക്കെയാന്ന് അറിയണമല്ലോ. അറിയാനൊന്നുമില്ല. മിക്കവാറും മറ്റേ കൊച്ചിനെ കാണാൻ തന്നെ പോയതായിരിക്കും. എന്നാ പറയാനാ, കാലം പോയ പോക്കേ. ഇങ്ങനെ കണ്ണും വിളിച്ചിരിക്കാണ്ടൊന്ന് വിളിച്ചു നോക്കണം ചെറുക്ക. എന്തിനാ? ഞാൻ ആരെയും വിളിക്കാനൊന്നും പോകുന്നില്ല. സ്വന്തം ഇഷ്ടത്തിന് പോയതല്ലേ. എവിടെയാണെന്ന് വെച്ചാൽ പോയിട്ട് വരട്ടെ. ബാക്കിയുള്ളവർക്കും ഇനി അതുപോലെയൊക്കെ ജീവിക്കാമല്ലോ. നോ മാളു, ഇക്കാര്യത്തിൽ നിന്റെ ഒരു എക്സ്ക്യൂസ് എനിക്ക് കേൾക്കണ്ട. നിന്നോട് ആവശ്യമില്ലാതെ ഇവിടെ വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, അതും ഡോക്ടറുടെ പെർമിഷൻ ഇല്ലാതെ. അപ്പോ ഡോക്ടറുടെ പെർമിഷൻ ഉണ്ടെങ്കിലേ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണോ നീ പറയുന്നത്? അതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇവിടെ വരുന്ന കാര്യത്തിൽ ഡോക്ടറുടെ അറിവോട് കൂടിയല്ലാതെ പറ്റില്ല. അത്രേ ഞാൻ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. അപ്പോ നീ ആരെയും പേടിക്കുന്നേ? കഷ്ടം. ഷെയിം ഓൺ യു. ഞാൻ കരുതിയത് നീ ഒരു ആൺകുട്ടിയാണെന്ന് പറയുന്ന സത്യമായിരിക്കുന്ന. എന്താ എന്താ നീ പറഞ്ഞേ? ഞാൻ ആൺകുട്ടി അല്ലെന്നോ? പിന്നെന്തിനാ നീ ഇങ്ങനെ ഭയക്കുന്നത്? ഞാനും നീയോ ആരാണെന്നും നമ്മുടെ റിലേഷൻ എന്താണെന്നും ഇനി ആരാ നിനക്ക് ബോധിപ്പിക്കാനുള്ളത്? അതൊന്നും എനിക്കാരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നിനക്കുണ്ട്. പിന്നെ നീ ഇപ്പൊ പറഞ്ഞില്ലേ
ഞാൻ ആൺകുട്ടിയാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന്? നിനക്ക് സംശയം ഉണ്ടെങ്കിലും നിന്റെ ഡോക്ടർക്ക് ആ കാര്യത്തിൽ ഉറപ്പാ. അതുകൊണ്ടാണല്ലോ അപ്പുനും മാളുനും തമ്മിൽ കാണാനും മിണ്ടാനും ഒക്കെ അയാൾ ഉപാധികളും പരിമിതികളും ഒക്കെ നിശ്ചയിച്ചത്. ഹൂ കെയർസ് അപ്പു? ഞാൻ അതിനൊന്നും പുല്ല് വില പോലും കൽപ്പിച്ചിട്ടില്ല. ആ ധൈര്യത്തിലാ ഞാൻ നിന്നെ കാണാൻ വന്നത്. നോക്ക്, അങ്ങനെ അപ്പൂനെയും മാളൂനെയും വേലി കെട്ടി തിരിച്ചു കിട്ടുന്ന ഒരു ഫാമിലി ലൈഫും എനിക്ക് വേണ്ടെങ്കിലോ? പക്ഷെ നിന്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ സെൽഫിഷ് ആവാൻ പറ്റില്ല മാളു. ഞാൻ കാരണം നിന്റെ ഫാമിലി ലൈഫ് തകരാൻ ഞാൻ അനുവദിക്കില്ല. എനിക്കത് ഇഷ്ടമല്ല. അതിന് നീ ഒരു കാരണമാവൊന്ന് പേടിക്കണ്ട. അല്ലാതെ തന്നെ അത് തകർന്നോളൂ. തകരാനാ അതിന്റെ വിധി. മാളു, ഞാൻ പറയുന്നത്... നീ ഒന്നും പറയണ്ട. ആരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാ നീ എന്നെ അകറ്റി നിർത്തുന്നേ? ഡോക്ടറെയോ അതോ ഡേസി ആന്റിയോ? എനിക്കറിയണം. ആ, തനിക്ക് പോവാൻ സമയമായില്ലല്ലോ അല്ലേ? ഞാൻ മുരളിയെ കണ്ട് സംസാരിച്ചിരുന്നു. എന്താടോ, എന്തു പറ്റി? മാളു വന്നിട്ടുണ്ട്. ആ, അവളെപ്പോ വന്നു? അവള് വീട്ടിൽ വന്ന കാര്യം മുരളി അറിഞ്ഞു കാണില്ലായിരിക്കും. ഇല്ലെങ്കിൽ എന്നോട് പറയായിരുന്നല്ലോ. മാളു അവിടെ കയറാതെ നേരെ ഇവിടേക്ക് വരികയായിരുന്നു. എന്തു പറ്റി? വീണ്ടും ജോബിനായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? എനിക്കറിയില്ല വി പി. നമ്മളറിയാത്ത എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പവും മാളും നമ്മളെ ഫ്രണ്ട്ഷിപ്പ്, ജോബിന് എന്തോ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന്. അഭിപ്രായ വ്യത്യാസോ? തന്നോട് ഇതാര് പറഞ്ഞു? പറഞ്ഞത് മാളു തന്നെയാ. അക്കാരണം കൊണ്ട് തന്നെ മാളു ഇവിടെ വരുന്നത് അപ്പൂന് ഇഷ്ടമല്ലെന്ന്. മാളുവിനെ കണ്ടപ്പോ തന്നെ അപ്പൂന്റെ മട്ടും ഭാവമൊക്കെ മാറി. രണ്ടുപേരും അതേ ചൊല്ലി മുകളിൽ വഴക്ക് കിടക്കുക. ഇല്ല അപ്പു, നീ ഇനി ഇവിടെ എന്നെ ആട്ടി ഇറക്കിയാലും ഞാൻ പോകുന്ന പ്രശ്നമില്ല. ഇറങ്ങി പോവാനാ നിന്നോട് പറഞ്ഞത്. ഇല്ലെങ്കിൽ നീ എന്നെ ഇറക്കി വിടുവോ? എങ്കിൽ അതൊന്ന് കാണണമല്ലോ. അപ്പൊ ഞാൻ ഊഹിച്ചത് ശരിയായിരുന്നു. അപ്പൊ ബാംഗ്ലൂരിലേക്ക് പോകണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നതിന് പിന്നിൽ ഇതാണ് കാരണം. അപ്പു വേണ്ട, വേണ്ടെന്നാ പറഞ്ഞത്. ഈശ്വര, രണ്ടുപേരും തമ്മിൽ വഴക്കായോ? അപ്പു, ഞാൻ നിന്നോട് ഇറങ്ങി പോവാനല്ലേ പറഞ്ഞേ? ഇറങ്ങ. നീ എന്തേ കാണിക്കില്ല? അങ്ങോട്ട്. അപ്പോ എന്തായി കാണിക്കുന്നത്? എന്താ ഇതൊക്കെ? ഇറങ്ങി പോവാൻ പറയവളോട്. അപ്പോ ശരി, നിന്റെ മുറിന്നല്ലേ എന്നെ നിനക്ക് പുറത്താക്കാൻ പറ്റൂ. എനിക്ക് അങ്കിളിനെ ആന്റിയും കാണാൻ ഇവിടെ വരാലോ. എത്ര നേരം വേണമെങ്കിലും എനിക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാലോ. അതിന് നിന്റെ സമ്മതം വേണ്ടല്ലോ. അപ്പോ എന്താ നീ ഇങ്ങനെ? എന്താ ഞാൻ ഇങ്ങനെ ഇവളോട് ചോദിക്കും വിപി? ഡോക്ടർ വേറെ ഫ്രണ്ടിനെ തേടി പോയത് ഇവക്ക് അപ്പു എന്ന ബോയ് ഫ്രണ്ട് ഉള്ളതുകൊണ്ടാണെന്ന്. അതാ രണ്ടുപേരും തമ്മിലുള്ള പിണക്കത്തിന്റെ കാരണം. സത്യമാണ് മാളു ഇതൊക്കെ? അതൊക്കെ ഡോക്ടർ വെറുതെ ജയിക്കാൻ വേണ്ടി പറഞ്ഞുണ്ടാക്കുന്ന അങ്കിൾ. അല്ലാതെ അതിൽ യാതൊരു സത്യമില്ലെന്ന് ഡോക്ടർക്ക് അറിയാം. എന്തറിയാന്ന്? ഒന്നുമല്ല വിപി, ഡോക്ടർ സീരിയസ് ആയിട്ട് തന്നെയാ ഇക്കാര്യം എന്നോട് പറഞ്ഞത്. എന്നോട് മാത്രമല്ല, ഇനി ഞങ്ങൾ തമ്മിൽ അടുപ്പത്തിനൊന്നും പോണ്ടാന്ന് ദേ ഇവളെയും പറഞ്ഞ് വിലക്കിയിട്ടുണ്ട്. ഇല്ലെന്ന് ഇവള് പറയട്ടെ. ഡോക്ടർ അങ്ങനെ പറഞ്ഞ എന്റെ വാശി തീർക്കാനാ അവസരം കിട്ടുമ്പോഴൊക്കെ ഇവൾ എന്നെ കാണാൻ ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കി ഓടി വരുന്നത്. അതിന് നിന്ന് കൊടുക്കാൻ എന്നെ കിട്ടില്ല. വിപി, ഇവളോട് ഇറങ്ങി പോവാൻ പറ. ഏയ് സാരമില്ല, മോള് വിഷമിക്കണ്ട. അപ്പൊ നിന്റെ നല്ലതിനു വേണ്ടിയല്ലേ പറഞ്ഞത്? എന്നുവെച്ചാ ഞാൻ നിങ്ങളെ ആരെയും കാണാൻ ഇവിടെ വരരുതെന്നാണോ? അങ്ങനെ ആരും പറഞ്ഞില്ലല്ലോ. ജോബിനി പറഞ്ഞതുപോലെ ഒരു സംശയം മനസ്സിലുണ്ടെങ്കിൽ അത് മാറ്റാനല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത്. അത് മാറ്റാൻ എന്നെ ഇവിടെ അകറ്റി നിർത്തുന്നതാണോ ആന്റി ആകെയുള്ള പോംവഴി? എനിക്ക് മനസ്സിലാവുന്നില്ല. ജോബിൻ വെറുതെ വാശിക്ക് പറഞ്ഞാണെന്ന് ഞങ്ങൾക്കറിയാം. എന്നാലും നിങ്ങൾ തമ്മിൽ കൂടുതൽ അകലാതിരിക്കാൻ ഇപ്പൊ ഇതേ ഉള്ളൊരു വഴി. അത് അപ്പൂന് മനസ്സിലായതുകൊണ്ടാ അപ്പോ നിന്നെ അകറ്റി നിർത്തുന്നത്. കുറച്ചു കഴിഞ്ഞാൽ ഒക്കെ ശരിയാവുന്നേ. മാളു, നീ സമാധാനത്തോടെ വീട്ടിലേക്ക് പോ. ഇല്ല, ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. ഞാൻ ഇവിടെ നിന്നോളാം. അതെങ്ങനെ ശരിയാവും മോളെ? നീ ഇവിടെ വന്നു നിന്നാ ജോബിനും ഡേസിക്ക് എന്ത് തോന്നും? പോട്ടെ,
അശ്വതിക്കും മുരളിക്കും മുത്തശ്ശിക്കൊക്കെ വിഷമാവില്ലേ? അതേ മോളെ, നിന്റെ ജീവിതം കൈവിട്ടു പോവാൻ ഞങ്ങളൊരു കാരണമാവരുത്. അത് ഞങ്ങൾക്ക് താങ്ങാനാവില്ല. മോള് വാ, ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കാം. വേണ്ട, എല്ലാരും എന്നെ ഒഴിവാക്കാണല്ലേ? ശരി, സന്തോഷായി എനിക്ക്. നീ വെറുതെ എഴുതാപ്പുറം വായിക്കല്ലേ കുട്ടി. നിന്നെ അങ്ങനെ ഒഴിവാക്കാൻ പറ്റുമോ ഞങ്ങൾക്ക്? പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്റെ നല്ലതിനു വേണ്ടി നമ്മൾ കുറച്ച് കരുതലോടെ പെരുമാറുന്നു, അത്രേ ഉള്ളൂ. വാ, ഞാൻ കൊണ്ടുവിടാം. വേണ്ട, ആരും വരണ്ട, ഞാൻ പൊയ്ക്കോളാം. ഏയ്, അങ്ങനെ നിന്നെ തരിച്ചൊന്നും വിടുന്നില്ല. ഞാൻ കൊണ്ടുവിടാം. ഗീത, ഞാൻ മോളെ വീട്ടിലാക്കിയിട്ട് വരാം. വാ മോളെ. അങ്കിൾ അങ്ങനെ പറഞ്ഞത് മോൾക്ക് സങ്കടമായോ? ഏയ്, ഒന്നുമില്ല അങ്കിൾ. ഞാൻ അങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു. വന്നത് എന്റെ തെറ്റ്. ശേ, അങ്ങനെയൊന്നും കരുതണ്ട പാളു. അപ്പൂന് നിന്നോട് ഒരു ഇഷ്ടക്കുറവുമില്ല. അപ്പൂന് മാത്രമല്ല, ഞങ്ങൾക്ക് ആർക്കും. പിന്നെ എന്തിനാ ഞാൻ നിന്നെ അവിടുന്ന് ബലമായി കൂട്ടിക്കൊണ്ട് വന്നത് എന്നായിരിക്കും നീ ചിന്തിക്കുന്നുണ്ടാവുക, അല്ലേ? അങ്കിള് പറയുന്നത് മോള് ശ്രദ്ധിച്ച് കേൾക്കണം. സത്യത്തിൽ ഇത് പറയാൻ കൂടിയാ നിന്നെ ഞാൻ കൊണ്ടാക്കാന്ന് പറഞ്ഞത്. നീയും അപ്പവും തമ്മിലുള്ള ആത്മബന്ധം എന്താണെന്ന് എനിക്കും ഗീതയ്ക്കും അശ്വതിക്കും മുരളിക്കും അറിയാവുന്ന പോലെ മറ്റാർക്കും അറിയില്ല. ഡേസിക്കും ജോബിനും എത്രയൊക്കെ അത് മനസ്സിലാവുമെന്ന് പറഞ്ഞാലും അതിനൊരു പരിധിയുണ്ട്. കാരണം ജീവിതത്തിലെ ഒരു ഘട്ടം മുതലേ അവർക്ക് നിങ്ങളുടെ റിലേഷൻ കണ്ട് പരിചയമുള്ളൂ. ബാക്കിയുള്ളതെല്ലാം നിങ്ങളുടെ ഈ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ള അറിവേ അവർക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മനസ്സിലാക്കുന്ന പോലെ ഒരു ഇന്റൻസിറ്റിയിൽ അവരതിനെ എടുത്തുകൊള്ളണമെന്നില്ല, പ്രത്യേകിച്ചും ജോബിൻ. അങ്കിള് പറഞ്ഞു വരുന്ന എനിക്ക് മനസ്സിലായി. ഡോക്ടർക്ക് ഇഷ്ടമല്ലാത്തോണ്ടാണല്ലോ അപ്പോ അങ്കിളൊക്കെ എന്നെ വീട് വിലക്കുന്നത്. ചേച്ചേ, ഒരിക്കലും അല്ല. നിനക്ക് എപ്പോൾ വേണമെങ്കിലും വരാനും സഹകരിക്കാനൊക്കെ ഉള്ള സ്വാതന്ത്ര്യം ഇപ്പോഴും ഉണ്ട്. പക്ഷേ അത് ജോബിന്റെ സമ്മതത്തോടുകൂടി ആവണമെന്ന് മാത്രം. ഓ, അപ്പോ എന്റെ ആഗ്രഹങ്ങൾക്ക് ഒരു വിലയില്ലെന്നാണോ? അപ്പോനെ നിങ്ങളെയൊക്കെ ഒന്ന് കാണണമെങ്കിൽ പോലും ഞാൻ ഡോക്ടറുടെ അനുവാദം വാങ്ങിച്ചേ പറ്റുമെന്നാണോ അങ്കിളീ പറയുന്നത്? അങ്ങനെ അല്ലാതെ നീ വന്നിട്ടുണ്ട്. പക്ഷേ ഇനി അങ്ങോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഒരു വഴി ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ജീവിതം അങ്ങനെയൊക്കെയാണ് മാളു. വിവാഹം എന്ന് പറയുന്നത് പരസ്പരമുള്ളൊരു കൊടുക്കൽ വാങ്ങലാ. അതിൽ പലപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങൾ, താല്പര്യങ്ങൾ അതൊക്കെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അത് ഒരാൾക്ക് മാത്രമല്ല കേട്ടോ, രണ്ടാളുടെയും കാര്യം ഞാൻ പറഞ്ഞത്. പക്ഷേ എപ്പോഴും സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്നത് ഒരാൾക്കാണെങ്കിലും അങ്കിൾ, അതിലെവിടെയാ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്നോ അഡ്ജസ്റ്റ്മെന്റ് എന്നോ ഒക്കെ പറയുന്നത്? അതൊരു നല്ല ചോദ്യാ. ഒരാൾ മാത്രം വിട്ടുവീഴ്ച ചെയ്തതുകൊണ്ട് പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാവുന്നില്ല, അത് ശരിയാ. എന്ന് കരുതി അതിന് അനിഷ്ടം കൊണ്ട് പ്രതിരോധിക്കുകയല്ല വേണ്ടത്. നമ്മുടെ ആത്മസംയമനം കൊണ്ടുവേണം അത്തരം കാര്യങ്ങൾ നേരിടാൻ. അങ്കിൾ ഈ പറയുന്നതൊക്കെ വലിയ വലിയ കാര്യങ്ങൾ, അതൊന്നും എനിക്ക് മനസ്സിലാവണമെന്നില്ല. പക്ഷെ എനിക്ക് മനസ്സിലായ ചിലതുണ്ട്. ഒരു നല്ല ജീവിതം എന്ന് പറഞ്ഞ് എല്ലാവരും എന്റെ ഇഷ്ടങ്ങളെയും സ്വാതന്ത്ര്യങ്ങളെയും തടഞ്ഞു വെക്കുക. പക്ഷെ എന്നിട്ടും നിങ്ങളാരും പറയുന്ന ഈ നല്ല ജീവിതം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെയൊന്നും നിരാശപ്പെടല്ല മോളെ. നോക്ക്, ഇതിപ്പോ ജോബിൻ ജയിക്കാൻ വേണ്ടി ഒരു വാശി കാണിക്കുന്നതേ ഉള്ളൂ. അല്ലാതെ നിന്നോടോ അപ്പനോടോ പ്രത്യേകിച്ച് ഒരു വിരോധം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ വാശിയെ നമ്മൾ തൽക്കാലത്തേക്ക് ജയിക്കാൻ വിടുന്നു, അങ്ങനെ കരുതിയാൽ മതി മാളും. ഇതൊന്നും ഓർത്ത് നീ വിഷമിക്കരുത്. ഞാൻ പറഞ്ഞില്ലേ, കൂടുതൽ ആത്മസംയമനത്തോടെ വേണം ഇത്തരം ഇഷ്യൂസിനെ എപ്പോഴും നമ്മൾ നേരിടാൻ.